ഇന്ത്യ മധ്യസ്ഥതയ്ക്ക് പോയിരുന്നത് നന്നായി, നമ്മുടെ തടി ചീത്തയാകുന്ന ഏർപ്പാടാണ്. നമ്പർ 2, നമ്മൾ വിചാരിച്ചാൽ പോലും മധ്യസ്ഥനാകാൻ പറ്റുമായിരുന്നില്ല. രാഹുൽ ഗാന്ധിയല്ല, ഇനി ഇന്ദിരാഗാന്ധി എണീറ്റ് വന്നാൽ പോലും. കാരണം ട്രംപിൻ്റെ ആവശ്യം ഒരു മുസ്ലിം രാജ്യം വേണം. ഇറാനുമായിട്ടാണല്ലോ ചർച്ച. ഇറാൻ കംഫർട്ടബിൾ ആകണമെങ്കിൽ ഒരു മുസ്ലിം രാജ്യം വേണം. അപ്പോൾ അതിൽ മുസ്ലിം രാജ്യം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. പക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ എല്ലാം മിസൈൽ ആശാൻ അയച്ചിട്ടിരിക്കുക. പിന്നെ എന്തു ചെയ്യും? ഇങ്ങേര് മിസൈൽ അയക്കാത്ത ഒരു രാജ്യം ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലുള്ളത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റിനോട് ചോദിച്ചു, ഈജിപ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ കൂടാം, പക്ഷേ ആ ലീഡ് നെഗോഷിയേറ്ററായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. എന്താ സംഭവം എന്നറിയാം? ഇസ്രായേൽ അയൽവക്കത്ത് കിടക്കുന്നു. ഇസ്രായേലിനെതിരെയാണല്ലോ ഈ മധ്യസ്ഥ ശ്രമം. ഇസ്രായേലില്ലല്ലോ ഈ ചർച്ചയിൽ. ഇസ്രായേലില്ല എന്ന് പറയുമ്പോൾ തന്നെ നെതന്യാഹു ഈ ചർച്ച എങ്ങനെ പൊളിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ചർച്ചയും പൊളിക്കും, മധ്യസ്ഥനെയും പൊളിക്കും. തൊട്ടയൽവക്കത്താണ് ഈജിപ്റ്റ് കിടക്കുന്നത്. ഇന്ന് വരെ ഒരു മണ്ണ് നുള്ളി ഇട്ടിട്ടില്ല നെതന്യാഹു ഈജിപ്റ്റിൻ്റെ മേത്ത്. അങ്ങനെയുള്ള ഈജിപ്റ്റ് മധ്യസ്ഥനാകാൻ പോയിട്ട് നെതന്യാഹു അവൻ്റെ തല്ല് മേടിക്കേണ്ട വല്ല കാര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കൂട്ടത്തിൽ പാട്ടൊക്കെ പാടി ഇങ്ങനെ താളമൊക്കെ ഇട്ട് തരാം, അല്ലാതെ ചീഫ് നെഗോഷിയേറ്റർ പറ്റില്ല. തുർക്കി പറ്റില്ല. 3 മിസൈൽ തുർക്കിയുടെ നെഞ്ചത്തും അടിച്ചിട്ടുണ്ട് ഇറാൻ. മധ്യസ്ഥനാവാൻ പറ്റില്ല. ജോർഡന് 1 മിസൈൽ അയച്ചു ജോർഡൻ്റെ തലയ്ക്ക്. ജോർഡന് പറ്റില്ല. ഇറാഖിൽ ആളില്ല, സിറിയയിൽ നാഥനില്ല, ലെബനൻ തല്ലുകൊണ്ട് വിഷമിക്കുന്നു. ഈ മുസ്ലിം രാജ്യം ഏതാണ് ഇപ്പോൾ? പോയി ഇന്തോനേഷ്യ വിളിച്ചു ചോദിച്ചു. ഇന്തോനേഷ്യ പറഞ്ഞു, ഞങ്ങൾ മധ്യസ്ഥം വഹിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം, ഈ പ്രശ്നം തീർന്നിട്ട് അടുത്ത യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി വരുമല്ലോ, അതിൽ വെച്ച് ഞങ്ങൾ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ എംബസി ടെലവീവിൽ തുറക്കും, അവരുടെ എംബസി ഇന്തോനേഷ്യയിൽ തുറക്കും. ഇത് ഞങ്ങൾ ചെയ്യാനുള്ള തീരുമാനം ഇൻറ്റേർണലി എടുത്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. വേണമെങ്കിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം. അയ്യോ അത് ശരിയാവില്ല, ആ കാര്യം മറ്റുള്ളവരൊക്കെ അറിയില്ലേ, അപ്പോൾ നിങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗമാണെന്ന് വരുമല്ലോ. വരും, മധ്യസ്ഥത വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ഇന്തോനേഷ്യയും പറ്റില്ല. അവസാനം ട്രംപ് പറഞ്ഞു, എടാ നമ്മുടെ ആ ജോലിക്കാരനില്ലേ പാകിസ്ഥാൻ, അവനോട് അത് ചെയ്യാൻ പറ, അവനത് ചെയ്യും. അയ്യോ അവനിതിൽ റോളൊന്നുമില്ലല്ലോ, അവനീ ചായ കൊണ്ടുവന്ന് കൊടുക്കുക, പരിപ്പുവട, പഴംപൊരി ഇതൊക്കെ എത്തിക്കുക, ഇത്രയല്ലേ ഉള്ളൂ. അതവൻ ചെയ്തോളും, അതിനൊക്കെ മിടുക്കൻ അവൻ. ഈ മറ്റേ ആസിം മുനീറൊക്കെ നല്ല പഴംപൊരി ഉണ്ടാക്കുന്ന ആൾക്കാർ. അങ്ങനെയാണ് പാകിസ്ഥാൻ. ഈ ബോഷ്കിന് നമ്മൾ പോയി രക്ഷപ്പെട്ടതാണ്. ഞാൻ പറയട്ടെ, ഇതിപ്പോൾ കഴിഞ്ഞ ഈ യുദ്ധം ഫെബ്രുവരിയിൽ തുടങ്ങി. അതിന് മുമ്പുള്ള യുദ്ധം മുതൽ വ്ളാദിമിർ പുടിൻ അങ്ങോട്ട് ഓഫർ ചെയ്യുന്നുണ്ട്, ഞാൻ മധ്യസ്ഥത വഹിക്കാം. ഇപ്പോഴും പുള്ളി ചെയ്തു. ഇപ്പോൾ പാകിസ്ഥാനിലെ മധ്യസ്ഥത ഫെയിലായി എന്ന് പറഞ്ഞപ്പോൾ പുടിൻ്റെ ലാവ്റോവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു, വി ആർ റെഡി. എന്താ അംഗീകരിക്കാത്തത്? എന്താ പാകിസ്ഥാൻ്റെ പോലെ സാമർഥ്യം കുറവാണോ റഷ്യക്ക്? അമേരിക്ക സമ്മതിക്കില്ല. കാരണം ടഫായിട്ടുള്ള മീഡിയേറ്റേഴ്സിനെ അമേരിക്കയ്ക്ക് പറ്റില്ല. അമേരിക്കയ്ക്ക് വേണ്ടത് ചായ കൊണ്ടുവന്ന് തരാനുള്ള ആൾ, അതാണ്. അതിന് പാകിസ്ഥാനാണ് പറ്റിയത്. അമേരിക്കയ്ക്ക് ചായയും പരിപ്പുവടയും കൊണ്ടുപോയി കൊടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടാത്തതിൽ നമ്മൾ സന്തോഷിക്കുക. ഇതൊക്കെ എന്ത് മധ്യസ്ഥത എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥത വഹിക്കാഞ്ഞത് നന്നായി. നമ്മൾ വിചാരിച്ചാൽ പോലും വഹിക്കുമായിരുന്നുമില്ല. കാരണം അവരുടെ കൺസിഡറേഷൻ വാസ് ഒരു ഇസ്ലാമിക് കൺട്രി വിച്ച് ഹാസ് ഗുഡ് റിലേഷൻസ് വിത്ത് ഇറാൻ ആൻഡ് അമേരിക്ക.